നമസ്കാരം. KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാറുമെന്നും ആ സ്ഥാനത്തേക്ക് വൈകാതെ പ്രസിഡന്റ് വരുമെന്നുമുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് കെ സുധാകരൻ്റെ KPCC പ്രസിഡന്റ് പദവി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ ശാരീരികമായ അവസ്ഥകളും ഒപ്പം തന്നെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഏറെ അലട്ടുന്നുവെന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ തന്നെ കെ സുധാകരൻ മാറിയാൽ അടുത്ത KPCC പ്രസിഡന്റ് ആരായിരിക്കണം എന്ന ചർച്ചകളാണ് സജീവമായിട്ട് കോൺഗ്രസിലില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാത്തതിൻ്റെ കാരണം എന്താണ് എന്നൊരു ചോദ്യം യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? പലരെയും പ്രൊമോട്ട് ചെയ്യാൻ ചില ചാനലുകൾ പോലും രംഗത്ത് വരുന്നതും ഈ അവസരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പൊതുവായി ശ്രദ്ധിച്ചാൽ ഈ KPCC പ്രസിഡന്റ് സ്ഥാനം ചില പ്രത്യേക മതങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കഴിവുള്ളവർ ഏറെ ഉണ്ടെങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളുടെ പേര് പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരാൾ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ ആരും നേതൃത്വത്തിലേക്ക് വരേണ്ട, അതിനെ മാത്രം വേറിട്ട ഒരു മതമായി കണ്ട് മാറ്റി നിർത്തുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും. അത് സ്വാഭാവികമാണ്. ഈ കാലഘട്ടങ്ങളിലാണ് ഈ പ്രവണത ഏറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കും. നേരെ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ നിലപാടിൽ കുറച്ചെങ്കിലും മാറ്റം വന്നതായി ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയിട്ടുണ്ട്. അവർ ഈ മുഹമ്മദ് റിയാസിനെയും ഒപ്പം തന്നെ ഷംസീറിനെയും പോലെയുള്ള യുവ നേതാക്കളെയൊക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് കോൺഗ്രസിൽ നിന്ന് ആരെയാണ് ഉയർത്തിക്കാട്ടുന്നത്? ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ആണ് ഞാൻ ഈ പറഞ്ഞ ഷാഫി പറമ്പിലിൻ്റെ കാര്യം. ഷാഫി പറമ്പിലിൻ്റെ കാര്യം എടുത്താൽ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പൊതുസമൂഹം ഏറെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിലെ നേതാവാണ്, യുവ നേതാവാണ് ഷാഫി പറമ്പിൽ. ഇന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ തന്നെ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ KK ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരാളെ തോൽപ്പിച്ച് വടകരയിൽ നിന്ന് MP ആകാൻ ഷാഫിക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. ജനങ്ങളോട് അത്ര ഇടപഴകി കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് തിളക്കമാർന്നുള്ള വിജയം നേടാൻ കഴിഞ്ഞതിന് പിന്നിൽ ആരായിരുന്നു? ഷാഫിയാണ്. ഷാഫിയോടുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസമാണ്. ചിലപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് ജനങ്ങളുമായിട്ട് ഇത്രമാത്രം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലല്ലാതെ മറ്റൊരു നേതാവില്ല. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരും ഉണ്ടാകില്ല. അത്രയ്ക്കുണ്ട് ഷാഫിയുടെ വ്യക്തിത്വം എന്ന് പറയപ്പെടുന്നത്. കെ സുധാകരന് ശേഷം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെന്ന് പൊതുസമൂഹത്തിൽ നിന്നൊരു വോട്ടെടുപ്പ് നടത്തി നോക്കൂ. അതിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുക ഷാഫി പറമ്പിലായിരിക്കും. പക്ഷെ അതിനെ ആരും അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പരിതാപകരമായിട്ടുള്ള ഈ അവസ്ഥയിൽ ഇവിടെ UDFനെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലിനെ പോലൊരാൾ ഇവിടെ നിൽക്കേണ്ടതായിരുന്നുവെന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ്. അദ്ദേഹമാണ് വേണ്ടത്, നയിക്കാൻ പറ്റിയ ഒരാൾ. പിന്നെ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ പോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ഊർജം നൽകാൻ കെൽപ്പുള്ള, കഴിവുള്ള, കരുത്തുള്ള ഒരാളെ എന്തുകൊണ്ട് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നില്ല? ചോദ്യമല്ലേ? ഷാഫിയുടെ ഒന്നും അത്ര കണ്ട് പ്രശസ്തനോ അല്ലെങ്കിൽ കഴിവോ ഇല്ലാത്ത അങ്കമാലി MLA ആയിട്ടുള്ള റോജി എം ജോണിൻ്റെ പേരും KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ എന്ത് നേട്ടമാണ് കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. നേരെ മറിച്ച് ഷാഫിയെ പോലുള്ള ഒരാളെ, ആ ഒരാളിനെ നേതൃത്വം ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയപ്പെടുന്ന ഉണരും. അതിലൊരു തർക്കവും വേണ്ട. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷാഫിയെ പോലുള്ള ഒരാളെ നേതൃത്വത്തിൽ കൊണ്ടുവരുവാൻ വൈമനസ്യം കാണിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഷാഫി പറമ്പിൽ മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരടക്കം ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളത്. ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന മിടുക്കനായിട്ടുള്ള KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പേരെടുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഭാവിയിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത വരെയുള്ള നേതാവാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് നിന്ന് ഒരു മുഖ്യമന്ത്രിയോ? അപ്പോൾ അതിനെ ഭയക്കുന്നവർ തന്നെയാണ് ഷാഫിയുടെ സംഘടനാപരമായിട്ടുള്ള നേതൃത്വത്തെയും ഭയക്കുന്നത് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നും ഈ മുസ്ലിം വിരോധം പറയുന്ന PC ജോർജ് പോലും ഒരിക്കൽ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുകയുണ്ടായി. ഷാഫി പറമ്പിലുമായിട്ട് ഒരിക്കൽ അടുത്താൽ ആരും തന്നെ അവന് വോട്ട് കൊടുത്തു പോകുമെന്നാണ് PC ജോർജ് പറയുന്നത്. ഇതാണ് ഷാഫിയുടെ വിജയമെന്ന് പറയപ്പെടുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ജനകീയനായിട്ടുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലാണ്. ഷാഫിയെ ഭയപ്പെടുന്നവർ ഇടതുപക്ഷത്തിൽ മാത്രമല്ല സ്വന്തം പാളയത്തിലുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. എന്തായാലും ഭാവിയിൽ കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള ഒരാൾ ആണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കെ സുധാകരന് ശേഷം ആ സ്ഥാനം അലങ്കരിക്കാൻ
സർവാത്മന യോഗ്യൻ എന്ന് പറയപ്പെടുന്നത് ഷാഫി പറമ്പിലാണ്. പക്ഷേ ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത വളരെ നാരോ മൈൻഡായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ KPCCക്കകത്തും AICCക്കകത്തും കോൺഗ്രസിനകത്തും ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടി നന്നാവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതേസമയം യുവാക്കളുടെ ഇടയിൽ ഇത്രയേറെ ജനപ്രീതി നേടിയ ഒരു നേതാവ്, പാലക്കാട് പോലൊരു നിയമസഭാ മണ്ഡലത്തെ ഇത്രത്തോളം ഇളക്കി മറിക്കാൻ കഴിഞ്ഞൊരു നേതാവ്, വടകര പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ ഇത്രയേറെ ശ്രമിച്ച ഒരു നേതാവ്, അങ്ങനെ ജനഹൃദയങ്ങളിൽ കഴിയുന്ന ഒരു നേതാവിനെയാകണം കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ആകേണ്ടത്. പാർട്ടിയെ നയിക്കുവാൻ മതമല്ല, ജാതിയല്ല, പകരം ജനങ്ങളോട് ഇടപഴകാനുള്ള കരുത്താണ്, ആ സ്കില്ലിനെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കാൻ കഴിയാത്ത കിഴങ്ങന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ചുറുചുറുക്കുള്ള ജനഹൃദയങ്ങളിൽ താമസിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലൊരു നേതാവിനെ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് ഈ കിഴങ്ങ് കോൺഗ്രസ്സുകാർ കൊണ്ടുവരാത്തത്. ഇല്ലായിരുന്നുവെങ്കിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ മാറുമ്പോൾ അടുത്ത സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ സർവാത്മന യോഗ്യനായിട്ടുള്ള ഷാഫി പറമ്പിലിനെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്താതെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം വീണ്ടും ഒന്ന് കുതിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരനെ ജോർജ് ഒക്കെ ഈ പറയുന്ന പോലെ ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഷാഫി പറമ്പിൽ അങ്ങനെയല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു നേതാവായി വളർന്നു വരുന്ന നേതാവ്, നാളെ ചിലപ്പോൾ മുഖ്യമന്ത്രി വരെ ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനൊരു മികച്ച തുടക്കം കൂടി ഉണ്ടാകും. പുതിയൊരു താരോദയമായിരിക്കും ഷാഫി പറമ്പിൽ. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഉദിച്ചുയരലും ഈ കേരളത്തിൽ നിന്നാകുമെന്നുള്ള കാര്യത്തിൽ